ചക്ക അലുവ ഉണ്ട്. ചക്കയുണ്ടോ? ചക്ക ഉണ്ട്, വെറൈറ്റി സീസൺ ആയതുകൊണ്ടാണോ? ചക്ക തുടങ്ങിയ സീസൺ ആയതുകൊണ്ട് ഇപ്പൊ ലിമിറ്റഡ് ആണല്ലേ? ലിമിറ്റഡ് ആണ് ചക്ക അലുവ. നമ്മുടെ സ്വന്തം ജാക്ക് ഫ്രൂട്ട്, നമ്മുടെ നാട്ടില് നാടൻ ചക്ക. നാടൻ ചക്ക ഇപ്പൊ നാടൻ ചക്ക പഴുത്ത ചക്ക ചെയ്യുന്നല്ലേ. ഇത് നമ്മുടെ അൾജീരിയൻ ഡേറ്റ്സ് ആണ്. ഓൾറെഡി ഇതുണ്ട്. ഇത് ഓൾറെഡി ഒരു കുക്ക്ഡ് ആയിട്ടും അല്ല കുക്ക്ഡ് അല്ലാത്ത രീതിയിലുള്ള രീതിയിൽ മിക്സ്ഡ് ആയിട്ടാണ് വന്നത്. ഇനി ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്, ഓയിലി ആയിട്ടുള്ളതാണ്. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ കണ്ടത്. ഇത് ഓൾറെഡി ഈ രീതിയിൽ ഇത് ഫ്ലേവർ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ഡേറ്റ്സിന് കുറച്ചധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലേവർ കാര്യങ്ങളാണ് വന്നത്. നമുക്കിപ്പോ ഈ നോർമൽ ഹലുവകൾ, മൈദ ഹലുവ എന്ന് പറയുമ്പോൾ കളർ ഹലുവ, അതൊക്കെ ഒരു മിനിമം ഒരു 25 മിനിറ്റിൽ റെഡിയാവും. ഒരു 35 കിലോ ഫ്ലേവർ. ജാക്ക് ഫ്രൂട്ട് ഉൾപ്പെടെ ഉണ്ടോ അതിൽ? ജാക്ക് ഫ്രൂട്ട് ഉണ്ടാവും, പിന്നെ ടെൻഡർ കോക്കനട്ട്, കാന്താരിയും, നോർമൽ ഫ്രൂട്ട്സ്, നമ്മൾ ഈ കാണിച്ച എല്ലാം ഉണ്ടാവും. എല്ലാം ഉണ്ടാവും അതില്. ഇതെല്ലാം ഉണ്ടാവും. ഇത് എത്ര പറഞ്ഞത്? അത് 80 ആണ് പറഞ്ഞത്. 80 പറഞ്ഞത്. ഇപ്പൊ അര കിലോ അല്ലേ? ടോട്ടൽ അര കിലോടാ. അപ്പൊ അര കിലോ ആയിട്ട് നമുക്ക് കിട്ടും. അല്ലാതെ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട അലുവകൾ കാര്യങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. ഹലോ, ഇറ്റ്സ് മീ മിസ്റ്റർ ഫ്രെയിൻസ്. അപ്പൊ ഞാൻ നിങ്ങൾ സ്വന്തം മിസ്റ്റർ ഫ്രെയിൻസ് ആണ്. അപ്പൊ ഞാനിപ്പോ നിൽക്കണ എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ മാഞ്ഞാലി എന്ന സ്ഥലത്താണ്. നമ്മുടെ എറണാകുളം ജില്ലയിൽ മാഞ്ഞാലിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. നമ്മുടെ എയർപോർട്ടും അങ്കമാലിയൊക്കെ ഇതിൻ്റെ നിയർ ബൈ ആണ്. അവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ബോർഡ് കാര്യങ്ങൾ കാണാൻ പറ്റും. അവിടെ എയർപോർട്ട്, വിമാനത്താവളം, അങ്കമാലി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ മാഞ്ഞാലി എന്ന സ്ഥലം നിൽക്കുന്നത്. അപ്പോൾ ഈ മാഞ്ഞാലിയിൽ ഞാൻ വരാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ നമ്മൾ അനൗൺസ് ചെയ്ത ഒരു സീരീസ് ഉണ്ടായിരുന്നു, കൊച്ചി റൗണ്ടപ്പ്. അപ്പോൾ കൊച്ചി റൗണ്ടപ്പിൽ എന്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഭയങ്കര സംശയം ഉണ്ടായി. അപ്പോൾ കുറച്ച് മധുരിതമായിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. സ്വീറ്റ് ഐറ്റംസ്, അതായത് നമ്മുടെ മാഞ്ഞാലി അലുവയും മാഞ്ഞാലി ബിരിയാണി ഭയങ്കര ഫേമസ് ആണ്. അപ്പം കുറച്ച് മധുരിതമായിട്ട് മാഞ്ഞാലി അലുവയിലൂടെ തന്നെ നമുക്കൊന്ന് നമ്മുടെ പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നുള്ളത് ഷംസൂസ് മാഞ്ഞാലി ഹൽവ ആൻഡ് ബേക്കേഴ്സ് എന്ന് പറഞ്ഞ കടയിലാണ്. അപ്പോൾ ഇത് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മാഞ്ഞാലിയിലാണ്. മാഞ്ഞാലി ജംഗ്ഷനിൽ തന്നെയാണ് ഈ ഒരു കട വന്നത് നമുക്ക്. അപ്പോൾ ഈ കടയിൽ നമുക്ക് എന്തൊക്കെയാണ് അലുവകൾ വെറൈറ്റീസ് ഉള്ളതെന്നും എന്തൊക്കെ വെറൈറ്റി ടേസ്റ്റുള്ള അലുവകളും ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. കമോ, ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മുടെ ഷോപ്പിന്റെ അകത്തേക്ക് എത്തിയാണ്. അപ്പോൾ ഇവിടെ അലുവ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കണുണ്ട്. വേണ്ട, അലുവ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ അലുവ എന്തൊക്കെയാണ് വെറൈറ്റീസിനൊക്കെ ഇവിടെ ഉള്ള സ്റ്റാഫുകൾ നമുക്ക് ചോദിക്കാം. ഹായ്, പേരെന്താണ്? ജഹാംഗീർ ആലം. എവിടെ സ്ഥലം? മാഞ്ഞാലി. ഇവിടെ ഇപ്പൊ ഇവിടെ ഇപ്പൊ എത്ര നാളായി ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി? ഇവിടെ ഒരു 6 വർഷമായി. 6 കൊല്ലമായിട്ട് ഇവിടെ തന്നെയാണ്. ശരിക്കും നാട് എവിടെയാണ്? ശരിക്കും നാട് ആസാമാണ്. പക്ഷെ ഞാൻ ഇവിടെ തന്നെ ഇപ്പൊ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നത്. ഇവിടെ തന്നെയാണ് 6 കൊല്ലമായിട്ട് ഇവിടെ ഉണ്ട്. ഇപ്പൊ ഇവിടെ മെയിൻലി ഫേമസ് ആയിരിക്കുന്ന അലുവകളാണല്ലേ ഈ മാഞ്ഞാലി എന്ന് പറയുമ്പോൾ? നമ്മുടെ ഇപ്പോ മെയിൻ ആയിട്ട് ഇവിടെ അരി ഹലുവ ഫേമസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. പിന്നെ ഗോതമ്പ് ഹലുവ, നമ്മുടെ കാന്താരി ഉണ്ട്. കാന്താരി കുറേയധികം പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കാന്താരി ഒരു വെറൈറ്റി ആയിട്ടാണ്. അതില് മറ്റേ മധുരം ഉണ്ടാവും, മറ്റേ സ്പൈസി ഉണ്ടാവും, രണ്ടും കൂടി രണ്ടും മിക്സ്. അതായത് എരിവ് ഇഷ്ടപ്പെടുന്നവർക്കും മധുരം ഇഷ്ടപ്പെടുന്നവർക്കും ഒരു ഈക്വലന്റ് ഒരു കോമ്പിനേഷൻ അല്ലേ? അപ്പൊ ഇത് നിങ്ങൾ ഇവിടെ തന്നെയാണോ മാനുഫാക്ചറിങ്? നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടാക്കാനാണ്. പർട്ടിക്കുലർ ഇന്റർവെൽസിലാണ് എങ്ങനെ അതൊക്കെ ഉണ്ടാക്കുന്നത്? അതില് നമ്മുടെ ഇപ്പോ ഈ മൈദയുടെ ഡയറക്റ്റ് മൈദ ഇല്ല. നമ്മുടെ മൈദ അങ്ങനെ പീനട്ട് പിഷർ കളയും. പിഷർ കളയിട്ട് പാലായിട്ട് മാത്രം എടുക്കുള്ളൂ. പിന്നെ അരിയുടെ തനി അരിപ്പൊടിയിലാണ്. പിന്നെ കളറുകൾ അങ്ങനെ പഞ്ചസാരയിലടിക്കും. ഈ കാന്താരി ഇപ്പൊ ഓൾറെഡി നിങ്ങൾ ഫേമസ് ആണല്ലോ. അപ്പൊ ഇവിടെ പലരും പറഞ്ഞ എന്റെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ കാന്താരി അലുവ എന്ന് പറയുമ്പോൾ കാണാത്ത എന്താ നമ്മുടെ എക്സ്ട്രാക്ട് വേണ്ടത് നമ്മുടെ മുളകാണ്, കാന്താരി മുളക് ഇടുന്നുണ്ട്. ചിലവര് മറ്റേ പച്ചമുളക് അടിക്കുന്നുണ്ട്. കാന്താരി മുളക് നമ്മുടെ പറയുമ്പോ ഇതില് കാന്താരി മുളക് അങ്ങനെ ഇടൂല, ഒരു മറ്റേ വെള്ളം പോലത്തെ ആക്കി എടുക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര സ്പൈസി ആയി, ഓവർ സ്പൈസി ആയി പോകും. അപ്പൊ നിങ്ങളിപ്പോ ഇവിടെ ഇപ്പൊ ഈ ഒരു ഷെൽഫിൽ കുറെ അധികം അലുവകൾ ഇരിപ്പുണ്ടല്ലോ. ഇതൊക്കെ ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞുതരാം? പറഞ്ഞു തരാം. ഇതിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഹലുവ. ഇത് ഫസ്റ്റ് ആണ് ഡ്രൈ ഫ്രൂട്ട്സ് ഹലുവ. പിന്നെ ഇത് ബനാന ബ്ലാക്ക്,
ഏത്തപ്പഴത്തിന്റെ ആണ് ഇത്. ഏത്തപ്പഴത്തിന്റെ ബനാന. ഇതാണ് നമ്മുടെ കാന്താരി ഹലുവ. ഇതാണല്ലേ നമ്മുടെ ഒരു ഫേമസ് ആയിട്ടുള്ള നമ്മുടെ കാന്താരി ഹലുവ. അപ്പൊ ഇതും ബ്രൗൺ തന്നെയാണല്ലോ. ഇത് എന്ത് ഹലുവയാണ്? ഇത് നമ്മുടെ ഡേറ്റ്സിന്റെ ആണ്, ഈന്തപ്പഴം ഹലുവാണ് ഇത്. ഓ, ഇത് നമ്മുടെ ഡാർക്ക് ബ്ലാക്ക് തന്നെ. ഇത് ഈന്തപ്പഴം, ഇത് ഈന്തപ്പഴത്തിന്റെ അല്ലേ? ഇതാ. പിന്നെ ഇരിക്കുന്ന പൈനാപ്പിൾ, മോള് പൈനാപ്പിൾ. ഇത് ഡ്രൈ ഫ്രൂട്ട്സ് അല്ലേ? ഡ്രൈ ഫ്രൂട്ട്സ് ആണ്, നേരത്തെ കാണിച്ചാണ്. ഓക്കെ. ഇത് പൈനാപ്പിളിന്റെ. പിന്നെ നമ്മുടെ ഇതുണ്ട്, മുന്തിരി ഉണ്ട്. ഓ, മുന്തിരി നമ്മുടെ വന്നിട്ടുണ്ട്. ഇതാണ് മുന്തിരി ഹലുവ. മുന്തിരി ഹലുവ നമ്മുടെ പക്ക മുന്തിരി ഹലുവ. പിന്നെ ടെൻഡർ കോക്കനട്ട്, കരിക്കിന്റെ. ഇത് കരിക്കിന്റെ ആണ്. ഓക്കെ. പിന്നെ നമ്മുടെ സാധാരണ പിസ്ത കളർ ഉണ്ട്. ഇത് പിസ്ത, അത് കാന്താരി ഉണ്ടാവില്ല. പിസ്ത മാത്രം, കാന്താരി ഇല്ലാതെ. ഇല്ല. അപ്പൊ ഗ്രീൻ തന്നെ കണ്ടുകൊണ്ട് ഈ ഗ്രീൻ രണ്ട് ടൈപ്പ് ഉണ്ട്, ഒരെണ്ണം കാന്താരി, ഒരെണ്ണം പിസ്ത. ഓക്കെ. അപ്പൊ ഈ യെല്ലോ വന്നത് നമ്മുടെ പൈനാപ്പിൾ ഇങ്ങനത്തെ ഫ്ലേവേഴ്സ് നമുക്ക് നിലവിലുള്ളത്. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സെയിൽ വന്നത്, ഏറ്റവും കൂടുതൽ ആൾക്കാർ കസ്റ്റമേഴ്സ് വാങ്ങേണ്ടതായിരുന്നു? ഇപ്പോ ഇവിടുത്തെ നമ്മുടെ ലോക്കൽ ഏറ്റവും കൂടുതൽ പോണ അരി ഹലുവാണ്. അരി ഹലുവയാണ് ഇവിടുത്തെ ഏറ്റവും ലോക്കൽ ആയിട്ട് പോകണം. പുറത്തുനിന്ന് തന്നെ ഒരു കൂടുതൽ എനിക്ക് തോന്നുന്നു കാന്താരിയും പിന്നെ അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് അതൊക്കെ പോകണം. പിന്നെ വീറ്റ് ഹലുവ. അപ്പൊ ഇത് നിങ്ങൾ ഓൾറെഡി ഇതെങ്ങനെയാണ് ഇപ്പൊ ഇത് ഡെയിലി ബേസിസ് എങ്ങനെ നിങ്ങളിപ്പോ ഇവിടെ തന്നെ എത്ര ദിവസം കൂടുമ്പോ അങ്ങനെ വല്ല മേക്കിങ്ങിന് ഇത്ര സമയം അങ്ങനെ വല്ല? മേക്കിംഗ് മീൻസ് നമ്മുടെ ഇപ്പോ ഈ കടകളിലേക്ക് പോകണ്ട്, ഇവിടുന്ന് കുറച്ചിലായിട്ട് പോകണ്ട്. അപ്പൊ അവർ സാധനം തീരുമ്പോ ഉണ്ടാക്കും. അങ്ങനെയാണ് നമ്മളങ്ങനെ വെച്ചിട്ടിരിക്കില്ല. ഫ്രഷ് ആയിട്ട് ഡെയിലി നമുക്ക് അതിന്റെ മാനുഫാക്ചറിംഗ് ഇതൊക്കെ നമ്മുടെ ഹലുവകളുടെ വിഷയം. പിന്നെ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഇവിടെ ഈ ഒരു മാഞ്ഞാലി നിങ്ങളുടെ ഇവിടെ ഇതേപോലെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന വേറെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ട്? വേറെ ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ചിപ്സ് ഐറ്റംസ് ഉണ്ട്. ഈ ഇതായിരിക്കുന്ന ചിപ്സും പിന്നെ നമ്മുടെ കുക്കീസ് ഉണ്ട്, ബിസ്ക്കറ്റുകൾ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടാക്കാനാണ്. നിങ്ങൾ തന്നെ ഇവിടെ തന്നെ. പിന്നെ ലഡും ജിലേബി അതൊക്കെ നമ്മുടെ ഇവിടെ തന്നെ. മിച്ചർ ഐറ്റംസ് ഭയങ്കര കുറച്ച് ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ. ഇതൊക്കെ ഈ റസ്ക് ഒക്കെ ഇവിടെ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടാക്കാം. പിന്നെ എന്താ ഹലുവ ഇവിടെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. ഇത് ഏതായാലും ഇത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ്, നേരത്തെ പറഞ്ഞ ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. ഇതാണല്ലോ ഡ്രൈ ഫ്രൂട്ട്സ് ഹലുവ. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, മിക്സ്. ഇത് ഏകദേശം എത്ര റേറ്റ് വരുന്നത് ഈ ഡ്രൈ ഫ്രൂട്ട്സ്? ഇത് നമ്മുടെ ഇപ്പോ ഇങ്ങനെ 160 160 ആണ് വരുന്നത് കിലോ. 160. പിന്നെ അത് കാന്താരി ഉണ്ട്, കാന്താരി കഴിച്ചു നോക്കി. ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ഒരു ഐറ്റം നമ്മുടെ ഇവിടുത്തെ ഫേമസ് ഹലുവ കാന്താരി. ശരിക്കും നമ്മുടെ ആ കാന്താരി മുളകിന്റെ ഒരു ഫ്ലേവർ എന്നാ അതിന്റെ ഒപ്പം മധുരം കൂടി മിക്സ് ആയി വരുന്നത്. അതെ, നമ്മൾ ഈ ഇറങ്ങി പോകുമ്പോഴേക്കും നമുക്ക് ഒരു കറക്റ്റ് നമ്മുടെ മുളകിന്റെ ഒരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും. എന്നാൽ മധുരമുണ്ട്, നല്ല വെറൈറ്റി. ഇനി ഇതെന്താ? ഇത് നമ്മുടെ ബ്ലാക്ക് ബനാന, നേരത്തെ പറഞ്ഞില്ലേ ബനാന. ഇത് ഏത്തപ്പഴമാണോ? ഏത്തപ്പഴം, ഏത്തപ്പഴത്തിനാണ് ഇത്. ഏത്തപ്പഴമാണല്ലോ. ഏത്തപ്പഴം. പിന്നെ ചക്ക ഉണ്ട്, ചക്ക ഹലുവ ഉണ്ട്. ചക്കയുണ്ടോ? ചക്ക ഉണ്ട്, വെറൈറ്റി സീസൺ ആയതുകൊണ്ടാണോ? ചക്ക തുടങ്ങിയ സീസൺ ആയതുകൊണ്ട് ലിമിറ്റഡ് ആണല്ലേ? ലിമിറ്റഡ് ആണ് ചക്ക ഹലുവ. നമ്മുടെ സ്വന്തം നമ്മുടെ നാട്ടില് നാടൻ ചക്ക. ഇപ്പൊ നാടൻ ചക്ക പഴുത്ത ചക്ക ചെയ്യുന്നല്ലേ. അതേപോലെ ചക്ക നമ്മളെ എന്താ പറയാ, നമ്മള് ചക്ക മറ്റേ ഷുഗറൊക്കെ ചെയ്ത് നമ്മള് മറ്റേ വീട്ടിൽ നമ്മള് പുഴുക്ക് മധുരമുള്ള ആ ഒരു ഫ്ലേവർ കറക്റ്റ് അത് തന്നെയാണ്. ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നുണ്ട്. പൈനാപ്പിൾ നോക്കണം. ഇത് നമ്മുടെ പൈനാപ്പിളിന്റെ, ഇതാണല്ലേ പൈനാപ്പിൾ. ഇതാണ് നമ്മുടെ പൈനാപ്പിളിന്റെ ഹലുവ. ഇപ്പൊക്കെ നമ്മുടെ പൈനാപ്പിളിന്റെ ആ ഒരു കറക്റ്റ് കാര്യങ്ങൾ, ടേസ്റ്റും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതെന്താ ചെയ്യാ? ഇത് നമ്മുടെ വീറ്റ് ഗോതമ്പലുവ. ഗോതമ്പലുവ ഉണ്ട്. ഗോതമ്പലുവ ഉണ്ട്. പിന്നെ അരിയുടെ പറയുമ്പോ ബ്ലാക്ക് ആണ് അരി ഹലുവ. ബ്ലാക്കിലാണ് വരുന്നത്. ഇത് അരി ബ്ലാക്കിൽ മാത്രമേ വരുള്ളൂ. ഈ കണ്ട കോക്കനട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യണ്ടോ?
ടെൻഡർ കോക്കനട്ട്, അതായത് നമ്മുടെ കരിക്കല്ലേ. കരിക്കിന്റെ നമ്മളാ ഈ പുറത്തുനിന്നൊക്കെ വരുമ്പോ നമ്മളൊരു മിഠായി വാങ്ങും. ആ ഒരു എന്താന്ന് വെച്ചാല് നമ്മളാ ഗൾഫിനൊക്കെ വരുമ്പോ ഒരു ടെൻഡർ കോക്കനട്ട് ഫ്ലേവർ മിഠായി, ആ മിഠായിയുടെ ആ തോത് അതേ ഫ്ലേവർ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അടിപൊളി. മുന്തിരി അല്ലേ, മുന്തിരിക്ക് അങ്ങനെ പുളിപ്പുണ്ടാവോ അല്ലെങ്കിൽ മുന്തിരിക്ക് ലൈറ്റ് ഒരു ചെറിയ പുളിപ്പുണ്ടാവും മുന്തിരിയുടെ. നോക്കാവോ ഞാൻ ഏത് നമ്മുടെ മറ്റേ നമ്മുടെ എന്താ റെഡ് കളറിലെല്ലാം മുന്തിരി തന്നെയാണ് ഉപയോഗിക്കുന്നത്. മുന്തിരിയാണ് ഉപയോഗിക്കുന്നത്. ആ മുന്തിരിയാണ് ഇതിന് ഉപയോഗിക്കണം. മുന്തിരി കഴിക്കുമ്പോഴേക്കും അത് മുന്തിരി ഒരു പുളിപ്പ് രസം ഫീൽ ചെയ്യും. മുന്തിരിയുടെ ഒരു ചെറിയ ഫീൽ വരും. ആ ഫീലും കൂടി കിട്ടുന്ന രീതിയിലാണ്. നമ്മുടെ ഇതില് ഡ്രൈ മുന്തിരിയും അങ്ങനെ മിക്സ് ചെയ്തിട്ട് അടിക്കും. ഡ്രൈ ആയിട്ടുള്ള മുന്തിരിയും കൂടി അത് മിക്സ് ചെയ്യണം. ഏകദേശം ഈ ഒരു അലുവ മേക്കിങ്ങിന് ഏകദേശം എത്ര സമയം എടുക്കും? നമുക്കിപ്പോ ഈ നോർമൽ ഹലുവകൾ, മൈദ ഹലുവ എന്ന് പറയുമ്പോ കളർ ഹലുവ, അതൊക്കെ ഒരു മിനിമം ഒരു 25 മിനിറ്റിൽ റെഡിയാവും. ഒരു 35 കിലോ ഒരു പ്രാവശ്യം നമ്മൾ ഒരു സെറ്റ് എന്ന് വെച്ചാൽ 35 കിലോ വരും. പിന്നെ നമ്മുടെ അരി ഹലുവ പറയുമ്പോ ഇത്തിരി ടൈം എടുക്കും. അരി കുറച്ചും കൂടി കുറുകി വരാനൊക്കെ സമയം എടുക്കും. അരിക്ക് അതിൻ്റെതായ ഒരു ഹാർഡ്നെസ് ഉള്ളതാണ്. ഗോതമ്പ് ഹലുവ ആണെങ്കിലോ? ഗോതമ്പ് ഹലുവ ആണെങ്കിൽ അങ്ങനെ ടൈം എടുക്കും. ഗോതമ്പ് ഹലുവ തേങ്ങാപ്പാൽ വെച്ച് ഉണ്ടാക്കുന്നത്, അതിൽ തേങ്ങാപ്പാൽ ഇടയും പിന്നെ പഞ്ചസാര ടെസ്റ്റ് ചെയ്യാൻ പറ്റും. തേങ്ങ അത് അപ്പൊ കാര്യം ഈ അരി ഹലുവയിലും അത് ഓൾറെഡി നമ്മള് കോക്കനട്ട് മിൽക്ക്, അതായത് തേങ്ങാപ്പാൽ തന്നെയാണ്. അതെ, അരി ഹലുവ തേങ്ങാപ്പാൽ ഉണ്ടോ, മറ്റേ വീറ്റ് ഹലുവ തേങ്ങാപ്പാൽ തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ഇത് നമുക്ക് അതെ ഇതിനൊക്കെ ഏകദേശം എത്ര രൂപ വെച്ചാൽ നമുക്ക് റേറ്റ് ആക്കി ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഹലുവ പറയുന്നത് 160 ആണ് പറയുന്നത്. കിലോ 160. പിന്നെ നമ്മുടെ അരി ഹലുവ റൈസിന്റെ അത് 140 140 വരും. 140. പിന്നെ ബനാന സൈമണ് 140 വരും. പിന്നെ കാന്താരി 150 വരും. 150 വരും. പിന്നെ ഇന്തപ്പം 140. നമ്മുടെ കരിക്കിന്റെ അത് 140. ടെൻഡർ കോക്കനട്ട്. പിന്നെ ചക്കയുടെ ഉണ്ട്, ലിമിറ്റഡ് ആണല്ലേ, അത് നമ്മുടെ 160 വരും കിലോ. അതിപ്പോ ലിമിറ്റഡ് ആയിട്ട് സ്പെഷ്യൽ ഐറ്റം. ഇതെന്താണ്? ഇത് നോർമൽ റെഡ് ഹലുവ ആണ്, അത് 120 വരും. നോർമൽ റെഡ് ഹലുവ. ഇത് ശരിക്കും എന്താണ് ഫ്ലേവർ? ഇതിന് ഫ്ലേവർ ഒന്നുമില്ല, ഇത് നമ്മുടെ നോർമൽ ഹലുവ ആണ്. മൈദ പഞ്ചസാര കൂടി. കളറ് റെഡ്, ഫുഡ് കളറ് റെഡ് ആഡ് ചെയ്യും. പിന്നെ ഈ മുന്തിരിയും അത് 140. പൈനാപ്പിളും അത് 140. പിന്നെ ഇത് ബ്ലാക്ക് മൈദയുടെ സാധാ ബ്ലാക്ക് നമ്മുടെ ശർക്കര ആഡ് ഓൺ ചെയ്തിട്ട് മൈദയുടെ. പിന്നെ ഇത് 120 വരും. 120 കിലോ. പിന്നെ വീറ്റിന്റെ ഇത്തിരി കൂടുതലാണ്. വീറ്റ് 260 ആണ് പറഞ്ഞത്. 260 നമ്മുടെ ഗോതമ്പിന്റെ ക്വാളിറ്റിയും പിന്നെ തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്യും. അപ്പൊ ഈ ഇരിക്കണേല് എനിക്ക് തോന്നുന്നു കുറച്ചൊരു കൂടിയ ഒരു കിങ് ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ കിങ് ആണ് വീറ്റ്. കാരണം അത് തേങ്ങാപ്പാലുണ്ട്, ആ ഒരു കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടാണല്ലേ. ഈ വീറ്റ് എനിക്ക് തോന്നുന്നു പൊതുവെ നമ്മുടെ അരിയലുവിനെക്കാട്ടും കൂടുതൽ സമയം എടുക്കും എനിക്ക് തോന്നുന്നു. കാരണം ഒരു തേങ്ങാപ്പാലും ഇതൊക്കെ മിക്സ് ചെയ്ത് വന്നത് ടൈം എടുക്കും. ഇപ്പൊ എങ്ങനെ നിങ്ങളപ്പോ ഏകദേശം ഇത് ഓരോന്നും സെപ്പറേറ്റ് ഒറ്റ അറ്റ് ദ സെയിം ടൈമിലാണോ എടുക്കാറ്? സെപ്പറേറ്റ് വേറൊരു ടൈമിലാണ് വരുന്നത്. ഇത് ഒറ്റയടിക്ക് ഇത് ആവൂല, സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ വരും. ആണല്ലേ, ഓക്കെ. അപ്പൊ നമുക്ക് ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓർഡർ ഒക്കെ വരുമ്പോൾ കടയിലൊക്കെ ഓർഡർ ഒക്കെ വരുമ്പോ ഒരു ഓർഡർ അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കും. പിന്നെ ഇപ്പൊ ഇതേപോലെ ഇപ്പൊ ചക്കയുടെ സീസൺ ആവും, ഇതേപോലെ തന്നെ ഈ മാങ്ങയുടെ സീസൺ അതാ ചോദിച്ചത്. കാരണം നമ്മുടെ സീസൺ ഇല്ലാത്ത മറ്റേ എസൻസ് കാര്യങ്ങളൊന്നും വെച്ച് അടിച്ച് ഇതാവുന്നില്ല. അപ്പൊ നമ്മൾ നാച്ചുറൽ ആയിട്ട് അടിക്കാൻ വേണ്ടി സീസണിൽ മാത്രം. അപ്പൊ അത് ശരിയാണ്, ഞാൻ ചോദിക്കാൻ പറയാം. കാരണം വെച്ചാൽ ഓൾറെഡി ഈ ജാക്ക് ഫ്രൂട്ടിന്റെ ഇന്നിപ്പോ ഓൾറെഡി എസൻസ് കാര്യങ്ങൾ അവൈലബിൾ ആണ് എങ്കിൽ പോലും അപ്പൊ നമുക്ക് അങ്ങനെ എസൻസ് ഉപയോഗിക്കാനില്ല. നാച്ചുറൽ ആയിട്ടുള്ള എന്താണ് അതിന്റെ സത്യം, ആ സത്യം എടുത്താണ് ചെയ്യണല്ലേ. നമ്മൾ അലുവകളൊക്കെ ഇരിക്കണ്ടല്ലോ, ഇതെങ്ങനെയാ? ഇത് നമ്മുടെ പല ഫ്ലേവർ മിക്സ് ചെയ്തിട്ട് ബോക്സ്, അതായത് ഈ പറഞ്ഞ നമ്മുടെ ഈ കാണിച്ച എല്ലാ ഫ്ലേവേഴ്സും, അതന്നെ എല്ലാ ഫ്ലേവർ, ജാക്ക് ഫ്രൂട്ട് ഉൾപ്പെടെ ഉണ്ടോ? അതിൽ ജാക്ക് ഫ്രൂട്ട് ഉണ്ടാവും, പിന്നെ ടെൻഡർ കോക്കനട്ട്, കാന്താരിയും നോർമൽ ഫ്രൂട്ട്സ്, നമ്മൾ ഈ കാണിച്ച എല്ലാം ഉണ്ടാവും. എല്ലാം ഉണ്ടാവും അതില്, ഇതെല്ലാം ഉണ്ടാവും. ഇത് എത്ര വരുന്നത്? അത് 80 ആണ് പറഞ്ഞത്. 80 പറഞ്ഞത്. ഇപ്പൊ അരക്കിലോ അല്ലെ, ടോട്ടൽ അരക്കിലോടാ. അപ്പൊ അരക്കിലോ ആയിട്ട് നമുക്ക് കിട്ടും. അല്ലാതെ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട അലുവകൾ കാര്യങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് നമ്മുടെ അലുവയുടെ വിഷയം.
അതുപോലെ നമ്മുടെ ഭായിയാണ് നമുക്ക് ഇതൊക്കെ പാക്ക് ചെയ്തത്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ടെൻഡർ കോക്കനറ്റും പിന്നെ നമ്മൾ മിക്സ് ഫ്രൂട്ട് അങ്ങനെ നമ്മുടെ കുറച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് ഭായിയാണ് നമുക്ക് പാക്ക് ചെയ്യാം. ഭായി ഇപ്പൊ ഇവിടെ എത്ര ആളായി? നേപ്പാളാണ്. അപ്പൊ എത്ര Three years. 3 years ആയി ഇവിടെ ഉണ്ട്. 3 കൊല്ലമായിട്ട് ഭായി ഇവിടെ ഉണ്ട്. നേരത്തെ നമുക്ക് കട്ട് ചെയ്ത ഭായി ഏകദേശം 6 കൊല്ലമായിട്ടുണ്ട്. ഇവരൊക്കെ ഇവിടെ സ്ഥിരം സാന്നിധ്യമാണ് ഇവിടുത്തെ. അപ്പോ ഇനിയിപ്പോ നിങ്ങൾ മസ്റ്റായിട്ട് വരിക. അപ്പൊ വരുമ്പോ ഇവരെല്ലാവരും അല്ലേ തീർച്ചയായും കാണാം. അപ്പൊ ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇത് നമ്മുടെ അൾജീരിയൻ ഡേറ്റ്സ് ആണ്. ഓൾറെഡി ഇതുണ്ട്. ഇത് ഓൾറെഡി ഒരു കുക്ക്ഡ് ആയിട്ടും കുക്ക്ഡ് അല്ലാത്ത രീതിയിലുള്ള രീതിയിൽ മിക്സ്ഡ് ആയിട്ടാണ് വന്നത്. ഇനി ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്, ഓയിലി ആയിട്ടുള്ളതാണ്. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ കണ്ടത്. ഇത് ഓൾറെഡി ഈ രീതിയിൽ ഇത് ഫ്ലേവർ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ഡേറ്റ്സിന് കുറച്ചധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലേവർ കാര്യങ്ങളാണ് വന്നത്. ഇത് ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ള ഫ്ലേവറാണ്. ഇതിപ്പോൾ എന്ന് വെച്ചാൽ അതിന് കുക്ക്ഡ് ആയിട്ടുള്ള ഫ്ലേവർ പോലെ വരുമ്പോൾ ഓൾറെഡി കണ്ടോ നമുക്ക് ഇത് ഭയങ്കര സോഫ്റ്റ് ആണെങ്കിൽ ഇത് ഇച്ചിരി ഹാർഡ് ആയിട്ടാണ് വന്നേക്കണം. നമ്മുടെ സാധാരണ നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഡേറ്റ്സിൻ്റെ ഒരു ഫ്ലേവർ. ടേസ്റ്റ് ഒന്നും കൂടെ ടേസ്റ്റ് വൈസും ഇത് പക്കം നമ്മുടെ സാധാരണ നമ്മൾ കഴിക്കുന്ന ഡേറ്റ്സിൻ്റെ അതേ ഒരു ഫ്ലേവർ ടച്ച് കാര്യങ്ങൾ കിട്ടുന്നത്. കുറച്ചും കൂടി ഹാർഡായിട്ടുള്ളൊരു ആ ഒരു ഫ്ലേവർ കാര്യങ്ങളാണ് നമുക്ക് വന്നത്. പക്ഷെ ഇത് സെയിം അതേ വിഭാഗത്തിൽ പെട്ടതാണെങ്കിൽ പോലും ഇത് ഓൾറെഡി ഉണ്ട് ഭയങ്കര സോഫ്റ്റ്. എന്താ ഈ ഒരു സോഫ്റ്റ്നെസ് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഈ രീതിയിൽ. ഈ പറഞ്ഞ ഈ ഈന്തപ്പഴത്തിൻ്റെ ഈ ഒരു ഫ്ലേവേഴ്സ് കാര്യങ്ങളും ഇപ്പം നമ്മൾ ഈ കാണിച്ച ഇപ്പം വെറൈറ്റി ആയിട്ട് സ്വീറ്റ്സും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അലുവയാണ് നിങ്ങൾ മസ്റ്റ് ട്രൈ ആയിട്ട് വന്ന് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ ഇതേ നമ്മൾ അലുവ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാഞ്ഞാലി അലുവയുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ മാഞ്ഞാലി അലുവക്കടയിൽ നിന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കുറച്ച് അലുവയൊക്കെ ഇട്ട് പോവുകയാണ്. അപ്പം നിങ്ങളും മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ മാഞ്ഞാലി ഒരു ഭാഗത്ത് വന്നവർ മസ്റ്റായിട്ട് ഒന്ന് അലുവയൊക്കെ വാങ്ങുക, ട്രൈ ഔട്ട് ചെയ്യുക. പിന്നെ ഇവിടെ സ്വീറ്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്, ഇതെല്ലാം നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമെന്ന പ്രതീക്ഷ. ദിസ് ഇസ് മിസ്റ്റർ ഫ്രെയിൻ സൈനിങ് ഔട്ട്.